ഇവിടെ നീ കഷ്ടത്തിലാണെങ്കിൽ, ഇവിടെ നീ പ്രതികൂലത്തിലാണെങ്കിൽ, ഇവിടെ നീ ദുരിതത്തിലാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുകയാ, നീ ഭാരപ്പെടണ്ട, നിരാശയുടെ വാക്ക് പറയണ്ട, പിറുപിറുക്കണ്ട, മറ്റവനെ നോക്കിയിട്ട് അയ്യോ അവന് ഗുണമുണ്ട് എനിക്ക് ഗുണമില്ലെന്ന് നീ പറയണ്ട. അതൊരു തലമുറയോട് ദ്രോഹം ചെയ്യുകയാണ്. എന്നാൽ ആമേ, നീ ഒരു കാര്യം ഓർത്തു, ഇവിടെ നീ നന്മ കാണുന്നില്ലെങ്കിലും, ഇവിടെ ഒരു അനുഗ്രഹം നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും, ഇവിടെ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ലെന്ന് നിനക്ക് തോന്നിയാലും, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഉപവസിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ കാര്യം നോക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്വർഗം പറയുകയാണ് ഹല്ലേലൂയ, ദൈവം ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഹല്ലേലൂയ നീ ഒരു നിക്ഷേപമാണ്. ദൈവം നിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, നീ ദൈവത്തിനൊരു അസറ്റാണ്. അസറ്റ് ഒന്നുമില്ലാതൊരു ഭക്തനായി ഈ ഭൂമി ജീവിച്ചു മരിച്ചാലും ദൈവത്തിൽ ഓർത്തോ, നീ ദൈവത്തിനൊരു അസറ്റാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ നിക്ഷേപമാണ്, ഡെപ്പോസിറ്റാണ്. നമ്മുടെ അസറ്റൊക്കെ അതിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുമോ നമ്മൾ? അസറ്റ് വിൽ ബി ഓൾവേസ് പ്രിസർവ്ഡ്, അസറ്റ് വിൽ ബി ഓൾവേസ് പ്രൊട്ടക്റ്റഡ്. ആമേൻ. നീ ദൈവത്തിനൊരു അസറ്റാണെങ്കിൽ ദൈവം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ, നിന്നെ ഞാൻ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞാൻ സൂക്ഷിക്കും, നിന്നെ ഞാൻ കരുതി വയ്ക്കും. ഇന്ന് പകൽ ദൈവ പൈതലേ, ലോകത്തിൽ കരുതാൻ ആരുമില്ലേലും, ലോകത്തിൽ സഹായിക്കാൻ ആരുമില്ലേലും, ഹല്ലേലൂയ, ചുറ്റുമുള്ള ആളുകളൊക്കെ അഭ്യുദയം പ്രാപിക്കുമ്പോഴും ആമേൻ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നിന്റെ ജീവിതത്തിന് ഒരു വ്യതിയാനവും വന്നിട്ടില്ലെങ്കിലും, പറയത്തക്ക ബാങ്ക് ബാലൻസ് നിനക്കില്ലേലും, ഭൂമിയിൽ എടുത്തു കാണിക്കാനൊന്നുമില്ലേലും, ലോകം നിന്നെ നോക്കിയിട്ട് നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നിനക്ക് എന്നാ കിട്ടിയെന്ന് വിരലുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ, ഭക്തനൊരു വെളിപ്പാടകത്തുണ്ടാകണം. നീ ദൈവത്തിനൊരു നിക്ഷേപമാണ്. ഇത് പകൽ ഓർത്തോ, ഞാനും നിങ്ങളും ആരാണെന്ന് തെളിയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവ് പറയാണ്, ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ദിവസത്തിൽ നിങ്ങളെനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. പകൽ വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. ഇവിടെ നിനക്കൊന്നുമില്ലേലും നീ ദൈവത്തിന് വല്ലതുമൊക്കെ ആകുന്നൊരു ദിവസം വരുന്നുണ്ട്. ദൈവം നിന്നെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുകയാ, ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാ, ദൈവം നിന്നെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാ. ഒരു നിക്ഷേപത്തെ സൂക്ഷിക്കുന്നത് പോലെ, അക്ഷയപാത്രത്തെ സൂക്ഷിക്കുന്നത് പോലെ, ആമേ, കട്ടതയുടെ നടുവില്, ആമേ, പ്രയാസങ്ങളുടെ നടുവില്, ദുരിതങ്ങളുടെ നടുവില് ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് ലോകം കാണുക നിന്നെ ദൈവം മാനിക്കും.